സീതാദേവിയെ മോചിപ്പിക്കുന്നതിനായി ശ്രീരാമചന്ദ്രനും സൈന്യഗണങ്ങളുമെല്ലാം ലങ്കാനഗരിയുടെ സമീപത്തെത്തി. ലങ്കാനഗരത്തിൻ്റെ മഹിമ രാമനെ വല്ലാതെ ആകർഷിച്ചു. രാവണൻ ഈ സമയം ശുകസാരണന്മാരെ ചാരന്മാരായി വാനര സൈന്യത്തിൻ്റെ മധ്യത്തിലേക്ക് അയച്ചു. അവർ മർക്കട രൂപം ധരിച്ച് കപിസേനയിൽ കടന്നുകൂടി. സേനാരഹസ്യങ്ങൾ ഇവർ കണ്ടുപിടിക്കുന്നത് വിഭീഷണൻ കണ്ടെത്തി. ഉടനെ തന്നെ ചാരന്മാരെ പിടികൂടി രാമസമീപം കൊണ്ടുചെന്നു. പേടിച്ച് കൈകൾ കുപ്പിക്കൊണ്ട് അവർ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവരെ തങ്ങളുടെ ബലം മുഴുവൻ കാണിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വിഭീഷണനോട് രാമൻ ആജ്ഞാപിച്ചു. ചാരന്മാർക്ക് രാമൻ ദൂതന്മാരുടെ അവകാശങ്ങളെല്ലാം അനുവദിച്ചു കൊടുത്തു. രാവണനോട് പറയാനുള്ള സന്ദേശവും അവരുടെ കയ്യിൽ കൊടുത്തു. സീതയെ അപഹരിക്കുവാൻ ആശ്രയിച്ച ബലം പ്രദർശിപ്പിക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നുവെന്നും പിറ്റേന്ന് കാലത്ത് താൻ ലങ്കയെ ശരത്തിനിരയാക്കുമെന്നും തൻ്റെ കോപം മുഴുവൻ രക്ഷോബലത്തിൽ ചൊരിയുമെന്നുമൊക്കെ രാമൻ ദൂതായി പറഞ്ഞയച്ചു. ചാരന്മാർ ചെന്ന് ലങ്കാധിപനോട് രാമൻ്റെ ബലവും സന്ദേശവും വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ചു. രാവണൻ ശ്രദ്ധയോടുകൂടി അതെല്ലാം കേട്ട് സാരണൻ്റെ അഭിപ്രായം മുഴുവൻ കേട്ട രാവണൻ ഉടനെ തന്നെ അതിന് മറുപടി പറഞ്ഞു. ദേവദാനവ ഗന്ധർവന്മാർ ഒരുമിച്ചു ചേർന്ന് എന്നെ എതിരിട്ടാലും സർവലോക ഭയമുണ്ടായാലും ഞാൻ സീതയെ വിട്ടുകൊടുക്കുന്നതല്ല. ആ വാനരന്മാരുടെ ഉപദ്രവം സഹിച്ച് ഭയപ്പെട്ടതുകൊണ്ടാണ് സൗമ്യനായ നിനക്ക് സീതയെ മടക്കി കൊടുക്കണമെന്ന തോന്നലുണ്ടായത്. ഹേ സാരണ, ഏതൊരു ശത്രുവിനാണ് എന്നെ ജയിക്കാൻ സാധിക്കുന്നത്? വളരെ ദേഷ്യത്തിൽ ഇത്രയുമൊക്കെ പറഞ്ഞ രാവണൻ വളരെ ഉത്തുംഗമായൊരു മണിമന്ദിരത്തിൻ്റെ മുകളിലേക്ക് പതുക്കെ കയറി. ക്രുദ്ധനായ രാക്ഷസാധിപൻ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ആ മേടയിലേക്ക് കയറിയത്. ചാരന്മാരും കൂടെ ചെന്നു. കടൽ, കാട്, ശൈലം ഇവയെല്ലാം സശ്രദ്ധം നോക്കുന്ന രാവണന്റെ ദൃഷ്ടിയിൽ പെട്ടെന്ന് കപികൾ നിറഞ്ഞ ഭൂതലം കണ്ണിൽപ്പെട്ടു. അറ്റമില്ലാത്ത, എണ്ണിയാൽ അവസാനിക്കാത്ത ആ വൻപട കണ്ട രാവണൻ സാരണനോട് ചോദിച്ചു, ഈ മർക്കടന്മാരിൽ വെച്ച് ശൂരന്മാരായവർ ആരൊക്കെയാണ്? മഹാബലവാന്മാർ ആരൊക്കെയാണ്? സർവദാ അത്യുത്സാഹികളായി നിൽക്കുന്നവർ ആരൊക്കെയാണ്? ആരുടെ വാക്കുകളാണ് സുഗ്രീവൻ കേൾക്കുന്നത്? കപിയൂഥത്തിലെ അതിമുഖ്യന്മാർ ആരൊക്കെയാണ്? അതിൽ പ്രധാനികളായവർ ആരൊക്കെയാണ്? ഹേ സാരണ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശരിയായി മറുപടി പറയൂ. രാക്ഷസേശ്വരന്റെ ചോദ്യം കേട്ട സാരണൻ വാനരന്മാരിൽ ശ്രേഷ്ഠന്മാരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധം പറഞ്ഞു, പ്രഭോ, ഇതാ ലങ്കയുടെ നേർക്ക് നിന്ന് ഗർജിക്കുന്ന ഒരുവനെ കണ്ടുവോ? 100,000 കപിത്തലവന്മാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നവൻ. ഗർജനം കൊണ്ട് തന്നെ മതിലുകളും കമാനങ്ങളും വൻകാടുകളും വൻമലകളുമൊത്ത ലങ്കയെ വിറപ്പിക്കുന്ന ഒരുവനെ കണ്ടുവോ? മഹാത്മാവായ സുഗ്രീവ പെരുമാളുടെ സേനാനായകനായ നീലൻ എന്ന വാനരേന്ദ്രനാണ് ആ നിന്ന് ലങ്കയെ നോക്കിക്കൊണ്ട് ഗർജിക്കുന്നവൻ. ഇനി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരുവനെ കണ്ടുവോ? കാൽ ശക്തിയിൽ നിലത്തൂന്നി കൈകൾ ഉയർത്തി ലങ്കയ്ക്ക് അഭിമുഖമായി ക്രോധം കൊണ്ട് രക്തനേത്രനായി ഗിരിശിഖരം പോലെ തല ഉയർത്തി താമരയല്ലി നിറമുത്ത് വീണ്ടും വീണ്ടും തൻ്റെ വാലിട്ട് നിലത്തടിച്ച് 10 ദിക്കുകളും അതുകൊണ്ട് തന്നെ ശബ്ദായമാനമാക്കി അത്യുഗ്ര വീരപരാക്രമത്തോടുകൂടി നിൽക്കുന്ന വാനരേന്ദ്രനെ കണ്ടുവോ അങ്ങ്? അതാണ് കപിരാജ സുഗ്രീവന് ഇഷ്ടപ്പെട്ട യുവരാജാവായിട്ടുള്ള അംഗദൻ, ബാലിയുടെ പുത്രൻ, ബാലിക്ക് തുല്യൻ, സുഗ്രീവന് അതിപ്രിയൻ. അംഗദൻ പോരിന് തിരുമേനിയെ വിളിക്കുന്നതാണ് ആ കാണുന്നത്. തൊട്ടടുത്ത് നിന്ന് ദേവേന്ദ്രന് വരുണൻ എന്ന പോലെ രാമന് വേണ്ടി പരാക്രമം പ്രദർശിപ്പിക്കുന്ന ഒരു വാനരനെ കണ്ടുവോ? അവൻ എപ്പോഴും ഹിതകർമ്മ നിരതനാണ്. ഊക്കേറിയ ഹനുമാനാണ് ആ നിൽക്കുന്നത്. നേരത്തെ സീതയെ കണ്ടതും മറ്റും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്.
മഹാവീരനായ ആ വായുസുതൻ അനേകം കപീന്ദ്രന്മാരെ ചേർത്ത് ദുർജയനായി അങ്ങയോട് പൊരുതുവാൻ തയ്യാറായി രാമന്റെ കൽപ്പന കാത്തു നിൽക്കുകയാണ്. ഇനി നോക്കൂ, തൊട്ടപ്പുറത്ത്, അതായത് അംഗദൻ നിൽക്കുന്നതിൻ്റെ പിന്നിൽ വൻപിച്ചൊരു പടയോടുകൂടി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആളാണ് നളൻ എന്ന കപിശ്രേഷ്ഠൻ. അദ്ദേഹമാണ് സേതുബന്ധനം നിർമ്മിച്ചത്. ഇനി അങ്ങോട്ട് ഓരോ വ്യൂഹത്തിൻ്റെയും നാഥന്മാരെ ഭംഗിയായി സാരണൻ പറഞ്ഞുകൊടുത്തു. വീരന്മാരായ ശ്വേതനും കുമുദനും രംഭനും ശരഭനും പനസനും വിനതൻ ഗവയൻ ഹരൻ ധൂമ്രൻ ജാമ്പവാൻ അങ്ങനെ തുടങ്ങി ദംഭനെയും സന്നാദനെയും പ്രമാധിയെയും ഗവാക്ഷനെയും കേസരിയെയും ശതബലിയെയും തുടങ്ങി വീരന്മാരുടെ ഒരു നീണ്ട നിരയാണ് പിന്നീട് രാവണന് ഭംഗിയായി പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ രാക്ഷസേശ്വര, ഒരു പ്രത്യേകതയുണ്ട് ഇവന്മാർക്കെല്ലാവർക്കും. എല്ലാവരും മഹാപ്രഭാവന്മാരാണ്, മാമല പോലെയുള്ളവരാണ്, അമിത ബലവാന്മാരാണ്. വേണ്ടി വന്നാൽ ഭൂമിയിലെ ഗിരി സമൂഹങ്ങളെ മുഴുവൻ പൊട്ടിച്ച് തൂകുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം ഇവരുടെ കാര്യത്തിൽ. സാരണന്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ ശുകൻ ഉടനെ തന്നെ രാവണനോടായി പറഞ്ഞു. സൈന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇനി ശുകന്റെ പറച്ചിൽ. ഇനി തൻ്റെ വകയൊരു വിശദീകരണം കൂടി രാജാവിന് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ശുകൻ പറഞ്ഞു, അസുരന്മാർക്ക് അഭയമേകുന്ന അല്ലയോ തമ്പുരാനെ, ഹിമവാനിലെ സാലവൃക്ഷങ്ങൾ പോലെ നിൽക്കുന്ന ഇവരെ അവിടെ നിന്നൊന്ന് ശരിക്കുമൊന്ന് കണ്ണു തുറന്നു നോക്കൂ. അല്ലയോ മന്നോർ മന്നവ, ബലിഷ്ഠരും ദുസ്സഹരും കാമരൂപികളുമാണ് ഇവരെല്ലാം ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും പുത്രന്മാരായ കാമരൂപികളാണ്. അതുകൊണ്ട് പ്രഭോ, അങ്ങൊന്ന് നോക്കൂ. ആ നിൽക്കുന്ന ദേവതുല്യരായ യുവാക്കന്മാരെ അങ്ങ് കണ്ടോ? അവർ മൈന്ദനും ദ്വിവിതനുമാണ്. ഈ പ്രസിദ്ധരായിട്ടുള്ള ഇവർക്ക് തുല്യരായി യുദ്ധത്തിൽ ആരെയും ഞാൻ കാണുന്നില്ല. ബ്രഹ്മാവിൻ്റെ സമ്മതത്തോടെ അമൃത് ഭക്ഷിച്ച ഇവർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് അങ്ങേക്കറിയുമോ? ലങ്കാരാജ്യം മുട്ടിക്കുവാൻ മറ്റാരും വേണ്ട, സ്വന്തം കെൽപ്പ് മാത്രം മതി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ യുവാക്കന്മാർ അവിടെ നിൽക്കുന്നത്. മാത്രമല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ആളെ ഒന്ന് സൂക്ഷിച്ച് അങ്ങൊന്ന് നോക്കൂ. മതമൊലിച്ചു നിൽക്കുന്ന മാതംഗം പോലെയുള്ള ആ കപീന്ദ്രൻ ഒന്ന് ചൊട്ടിച്ചാൽ കടൽ മുഴുവൻ കലങ്ങിപ്പോവും പ്രഭു. ലങ്കാനഗരിയെയും സീതയെയും തമ്പുരാനെയും രാത്രി വന്ന് കണ്ടവനാണ് ആ നിൽക്കുന്നവൻ. വീണ്ടും ഇവിടേക്ക് വരുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേസരിയുടെ സീമന്തപുത്രൻ, വായുഭഗവാന്റെ മാനസപുത്രനായ ഹനുമാൻ എന്ന വിശ്രുതനാണ്. കാമരൂപമെടുക്കുവാൻ ഏറ്റവും കഴിവുള്ളവനാണ് ആ നിൽക്കുന്നവൻ. കപിവര്യന്മാരിൽ അദ്വിതീയനാണവൻ. ഒരാൾക്കും കണക്കാക്കുവാൻ കഴിയാത്തത്ര ബലമുള്ളവനാണവൻ. കൊടുങ്കാറ്റ് പോലെ പോകുന്ന ഈ പ്രഭുവിന് ഗതിയിലൊരു തടസ്സവും ഉണ്ടാക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. പണ്ഡിതവര്യന്മാർ ഇവനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രഭോ. ഇവന്റെ കെൽപ്പോ ദേഹമോ യോഗ്യതയോ ആർക്കും പറയാൻ സാധിക്കുന്നതല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ലങ്കയെ മുച്ചൂടും നശിപ്പിക്കുമെന്നാണ് അവനിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ മർക്കടന്റെ വാലിലാണ് നാം തീ കത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ലങ്കയെ മുഴുവൻ ഭസ്മമാക്കിയത് അങ്ങയ്ക്ക് ഓർമ്മയില്ലേ? ഇവനെ ആർക്ക് എങ്ങനെയാണ് മറക്കുവാൻ സാധിക്കുക? ഇവനെ മറികടക്കുവാനും സാധ്യമല്ല. ഹനുമാനെ വിശദീകരിച്ചതിന് ശേഷം ശുകൻ ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് പറയുവാൻ തുടങ്ങിയത്. മഹാപ്രഭു, ഹനുമാന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ അതിശ്രദ്ധയോടുകൂടി അങ്ങൊന്ന് നോക്കിയാലും താമരപ്പൂ വിതൽ പോലെയുള്ള നേത്രങ്ങൾ, നീലത്താമര പോലെയുള്ള ശ്യാമളവർണ്ണം, പൗരുഷം കൊണ്ട് മുപ്പാരിലും പ്രഖ്യാപൻ, ഇക്ഷ്വാകു വംശത്തിൽ അതിരഥൻ. ഇക്ഷ്വാകു വംശത്തിലെ അതിരഥൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിരഥൻ സൂതൻ മരിച്ചാലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതെ തേർത്തെളിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന വീരാധിവീരനെയാണ് അതിരഥൻ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ആ നിൽക്കുന്ന അതിരഥനാണ്. ഇക്ഷ്വാകു വംശത്തിലെ അതിരഥനാണ് ആ നിൽക്കുന്നത്. മഹാശൂരൻ, ധർമ്മം ഇളകാതെ ഉറച്ചു നിൽക്കുന്നവൻ, ബ്രഹ്മാസ്ത്രാദികളിൽ വിശാരദനാണ് അദ്ദേഹം. അമ്പരത്തെ കൂടി അനായാസമായി അസ്ത്രങ്ങളാൽ പിളർക്കുന്നവനാണ് അവൻ.
പർവ്വതങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നവനാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അന്തകതുല്യനാണ്. പരാക്രമത്തിൽ ഇന്ദ്രതുല്യനാണ്. ഉജ്ജ്വല കാന്തി ചിന്തുന്ന ഇദ്ദേഹമാണ് മഹാപ്രഭോ ശ്രീരാമൻ. ജനസ്ഥാനത്ത് നിന്ന് തിരുമേനി അപഹരിച്ചു കൊണ്ടുവന്ന സീത ഈ രാമന്റെ സഹധർമ്മിണിയാണ്. അവിടത്തോട് എതിരിടുവാൻ തയ്യാറായി ധനുസേന്തി അദ്ദേഹം നിൽക്കുന്നത് അങ്ങൊന്ന് നോക്കൂ. അതിനുശേഷം പറഞ്ഞു, പ്രഭോ ഇതാ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് പത്തരമാറ്റ് പൊന്നിൻ നിറമാർന്ന ഒരു മനോഹര ഗാത്രൻ നിൽക്കുന്നത് കണ്ടോ? ആരക്തമായ നേത്രങ്ങൾ, വിശാലമായ വക്ഷസ്ഥടം, കറുത്തു ചുരുണ്ട് ഇടതൂർന്ന കൂന്തളം. രാമൻ സ്വന്തം ജീവനെ പോലെ കണക്കാക്കുന്ന അദ്ദേഹത്തിൻ്റെ അരുമ അനുജൻ സാക്ഷാൽ ലക്ഷ്മണനാണത്. നയത്തിലും രണത്തിലും അദ്ദേഹത്തിന് തുല്യമായിട്ടൊരാളില്ല പ്രഭു. എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിജ്ഞനാണ്. ജയിക്കുവാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. അമർഷമാർന്ന ലക്ഷ്മണനെ തോൽക്കുവാൻ സാധിക്കുകയില്ല പ്രഭു. അതിബുദ്ധിമാനും ബലവാനും പരാക്രമിയുമായ അനുജൻ രാമന്റെ വലങ്കൈയും ബഹിശ്ചര പ്രാണനുമാണ്. അഗ്രജനായ രഘുവരന്റെ കാര്യത്തിൽ സ്വന്തം പ്രാണനെപ്പറ്റി യാതൊരു ആലോചനയുമില്ലാത്ത ലക്ഷ്മണൻ ഒറ്റയ്ക്ക് സർവരാക്ഷസന്മാരെയും നിഗ്രഹിക്കുവാനാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതും പ്രഭു. അങ്ങ് കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യത്തെപ്പറ്റി ആലോചിക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ മഹാസാഗര തുല്യമായ പടയോടെ രാക്ഷസന്മാരെ മുഴുവൻ വിറപ്പിച്ച ആ ഒരു വീരാധിവീരന്മാർ അവിടെ വിഭീഷണന്റെ കൂടെ, സുഗ്രീവന്റെ കൂടെ രാവണനെ എതിരിടുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എന്ന് ശുകൻ ഭംഗിയായി പറഞ്ഞു വെച്ചു. മഹാബല പരിവൃതനായ അദ്ദേഹം അമിതശക്ത പരാക്രമിയാണ്. ആ നിൽക്കുന്ന രാജാ സുഗ്രീവൻ പോലും അഗ്നി വമിക്കുന്ന ഗ്രഹതുല്യങ്ങളായ സൈന്യങ്ങളെ അങ്ങൊന്ന് കണ്ണു തുറന്നു നോക്കുക. ഈ ശത്രുക്കളാൽ പരാജയം വരാത്ത വിധത്തിൽ യുദ്ധസന്നദ്ധനാകണമെങ്ങ്. തമ്പുരാനെ, ജയം സിദ്ധിക്കാനുള്ള മികച്ച യത്നങ്ങൾ അങ്ങ് ആലോചനയോടുകൂടി ചെയ്യണം. ഇതെല്ലാം കേട്ടപ്പോൾ വാനരന്മാരിൽ തലവന്മാരുടെയും ശ്രീരാമന്റെയും ആ ദേവന്റെ സമീപത്ത് നിൽക്കുന്ന തൻ്റെ അനുജൻ വിഭീഷണന്റെയും രാമന്റെ വലങ്കയ്യായ വീരലക്ഷ്മണന്റെയും ഭീമവിക്രമിയായ സുഗ്രീവന്റെയും അപദാനങ്ങൾ കേൾക്കുകയും അവരെ കാണുകയും ചെയ്ത രാവണന്റെ ഹൃദയമൊന്ന് ചഞ്ചലമായി പോയി. മനസ്സൊന്ന് ഭയന്നു, ശരീരമൊന്ന് വിറച്ചു. ഇതുവരെ ഇല്ലാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വിഷമം രാവണന്റെ ഉൾത്തട്ടിലൊന്ന് അനങ്ങി. പെട്ടെന്ന് അങ്ങനെ ഒരു ഹൃദയമൊന്ന് ചഞ്ചലമായി കഴിയുമ്പോൾ നമ്മളെല്ലാവരും മനോനിയന്ത്രണത്തിന് ശ്രമിക്കില്ലേ? അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നൊരു വികാരമാണ് കോപം. അങ്ങനെ മനോനിയന്ത്രണത്തിന് ശ്രമിച്ചപ്പോൾ കോപമങ്ങ് രാവണനിൽ കൊടുമ്പിരി കൊണ്ടു. ശുകസാരണന്മാരെ ശകാരിക്കുകയാണ് ദുർബല മനസ്സോടുകൂടിയ ദശഗ്രീവൻ ചെയ്തത്. അസഹ്യ ക്രോധത്താൽ തൊണ്ടയിടറിക്കൊണ്ട് പരുഷമായി ഗർജിച്ചുകൊണ്ട് രാവണൻ ശുകസാരണന്മാരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് എന്നോട് ഈ പറയുന്നത്? നിഗ്രഹത്തിനും അനുഗ്രഹത്തിനും കെൽപ്പുള്ള ഒരു രാജാവിനെ സേവിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കുന്ന ഹേ സജീവന്മാർ, നിങ്ങൾ എന്നോട് അപ്രിയമുരയ്ക്കുന്നത് അത് സമുചിതമല്ല എന്ന് മനസ്സിലാക്കുക. വൈരത്തോടെ യുദ്ധത്തിൽ വന്ന ശത്രുക്കളെ കുറിച്ച് രണ്ടുപേരും വെറുതെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുവോ? ആചാര്യന്മാരെയും ഗുരുവൃദ്ധന്മാരെയും നിങ്ങൾ ഉപാസിച്ചത് വെറുതെയാണ്. രാജകീയ ശാസ്ത്രങ്ങളുടെ സാരാംശമായ സേവകക്രമം നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നിരിക്കുന്നു. ഇപ്പോൾ അജ്ഞാനമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവണൻ ഈ ശുകസായകന്മാരെ ഉപദേശിക്കാൻ തുടങ്ങിയത്. എന്നോട് ഇത്തരത്തിൽ പറയുവാൻ മരണഭയം കൂടി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടോ? എൻ്റെ നാവ് കൽപ്പിക്കാനുള്ളതാണ്. നന്മയും തിന്മയും നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ നാവാണ്. അഗ്നിബാധയുണ്ടായ കൊടുങ്കാട്ടിലെ വൃക്ഷങ്ങൾ ചിലപ്പോൾ നശിക്കാതിരിക്കും, പക്ഷെ രാജകോപത്തിന് പാത്രമായവർ ഒരിക്കലും അങ്ങനെ നിലനിൽക്കുന്നതല്ല. ശത്രുക്കളെപ്പറ്റി പുകഴ്ത്തുന്ന ഈ പാപികളെ ഞാൻ കൊല്ലുമായിരുന്നു. പക്ഷേ പണ്ട് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളുടെ നന്ദി എൻ്റെ കോപത്തെ അല്പം തണുപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊല്ലാത്തത്. എൻ്റെ മുമ്പിൽ നിന്ന് എവിടേക്കെങ്കിലും കടന്നു പോകിൻ. നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ മുമ്പിൽ ഇനി കാണരുത്. നിങ്ങൾ ചെയ്ത ഗുണങ്ങൾ ഓർക്കുന്നതിനാൽ ഞാനിപ്പോൾ നിങ്ങളെ കൊല്ലുന്നില്ല. എന്നിൽ സ്നേഹമില്ലാത്ത കൃതജ്ഞരായ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹതരാണ്, മരിച്ചവരാണ്. രാവണ പെരുമാളുടെ ക്രൂദ്ധവചനങ്ങൾ കേട്ട്
ലജ്ജിച്ച ശുകസാരണന്മാർ ജയവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് പോയി. സമീപത്ത് നിൽക്കുന്ന മഹോദരനോട് രാവണൻ കൽപ്പിച്ചു, നീതികോപിതന്മാരായ ചാരന്മാരെ അതിവേഗത്തിൽ കൊണ്ടുവരിക. രാവണന്റെ ആജ്ഞ കേട്ട മഹോദരൻ ചാരന്മാരെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചു. ചാരന്മാർ വെമ്പിപ്പാഞ്ഞു വന്ന് കൈകൾ കൂപ്പി ജയാശിസുകൾ ശ്ലാഘിച്ചുകൊണ്ട് രാവണന്റെ സമീപത്തിൽ വിനീതരായി നിന്നു. ശൂരന്മാരും നിർഭയരുമായിട്ടുള്ള, വിശ്വസ്തന്മാരും സ്നേഹസമ്പന്നരുമായിട്ടുള്ള ആ ചാരന്മാരോട് രാക്ഷസാധിപൻ പറയാൻ തുടങ്ങി, നിങ്ങൾ അതിവേഗത്തിൽ ചെല്ലുവിൻ. രാമന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷിച്ചറിയുക. അവന്റെ മന്ത്രിമാർ ആരൊക്കെയാണെന്നറിയുക. അവരിൽ രാമന് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നറിയുക. അവന്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും ആരൊക്കെയാണെന്നറിയുക. എങ്ങനെയാണ് അവൻ ഉറങ്ങുന്നത്, ഉണരുന്നത്, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന അവൻ്റെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഇങ്ങോട്ട് വരിക. ശത്രുവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ വിജ്ഞനായ ഒരു മന്നവൻ യുദ്ധത്തിൽ അല്പമൊന്ന് പ്രയത്നിച്ചാൽ മാത്രം മതി വിജയം കൈവരിക്കാൻ സാധിക്കും. നോക്കണേ, ഒരാളെ ശരിക്കും മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ മനസ്സിലാക്കുക, അതോടെ അയാളെ മനസ്സിലാക്കാം. ഇതാണ് രാവണന്റെ യുദ്ധതന്ത്രം. ഇത് രാവണന്റെ യുദ്ധതന്ത്രമല്ല, എല്ലായിടത്തും വിജയിക്കാൻ വേണ്ട ഒരു സംഘടനാ മന്ത്രമാണിത്. തൻ്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും മനസ്സിലാക്കുക എന്നുള്ളത്. ഇതുപോലെ ശത്രുവിനെയും മനസ്സിലാക്കുക, അവൻ്റെ ദിനചര്യകളെ മനസ്സിലാക്കുക, അവൻ്റെ ബന്ധുമിത്രാദികൾ ആരൊക്കെയാണെന്ന് ഒന്ന് ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയാൽ അവനോടുള്ള യുദ്ധത്തിൽ ചെറിയ പരിശ്രമം മതി വിജയിക്കാൻ. ഇതാണ് രാവണൻ ഉള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ അവരെല്ലാവരും പറഞ്ഞു, അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു കൊള്ളാം. അങ്ങനെ ശാർദൂലന്റെ നേതൃത്വത്തിലുള്ള ചാരന്മാർ രാവണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അധിവസിക്കുന്ന സ്ഥലത്തെത്തി. സുവേലം എന്ന പർവ്വതത്തിന്റെ ചാരത്തിൽ ശ്രീരാമ ലക്ഷ്മണ സുഗ്രീവ വിഭീഷണന്മാരെ വേഷം മാറിച്ചെന്ന് ഈ അരക്കചാരന്മാർ കണ്ടു. അവരെയും എണ്ണമറ്റ വാനര സൈന്യത്തെയും കണ്ടപ്പോഴേക്കും നിശാചര ചാരന്മാർ പേടിച്ചെരണ്ടുപോയി. സുഗ്രീവ പടയുടെ മധ്യത്തിൽ നടക്കുന്ന രാക്ഷസന്മാരെ പെട്ടെന്ന് തന്നെ വിഭീഷണൻ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അവരുടെ കള്ളത്തരത്തിൽ നിന്ദ തോന്നിയ ആ ലങ്കേശൻ, സാക്ഷാൽ വിഭീഷണൻ, ആ ശാർദൂലനെ കപികളെ കൊണ്ട് പിടിപ്പിച്ചു. പാപിയായ രാക്ഷസാധമൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കീശവരന്മാരുടെ താടനമേറ്റ് വലഞ്ഞ ശാർദൂലനെ ശ്രീരാമചന്ദ്രന്റെ കാരുണ്യം രക്ഷിക്കുകയാണുണ്ടായത്. അവൻ്റെ അനുഗാമികളായ മറ്റുള്ള അസുരന്മാരെയും ബന്ധന വിമുക്തനാക്കി. അനൽപപരാക്രമിയായ പ്ലവകന്മാരുടെ പീഡനമേറ്റ അവരെല്ലാം ഓടിക്കിതച്ച് മനസ്സുകെട്ട് നേരെ തന്നെ രാവണന്റെ സവിധത്തിൽ ചെന്നു. എല്ലാ ദിവസവും ലങ്കാനഗരിക്ക് പുറമെ ചുറ്റി സഞ്ചരിക്കുന്ന ആ ചാരന്മാർ തമ്പുരാനോട് ചകിതരായി സുവേല ശൈല സമീപത്തിൽ രാമനും രാവണപ്പടയോടും കൂടി പാർക്കുന്ന അവരുടെ ഓരോരുത്തരുടെയും ബലത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. രാക്ഷസേശ്വരനായ രാവണനോട് അക്ഷോഭ്യ ബലവാനായ ശ്രീരാമൻ സുവേലാദ്രിയുടെ ചാരത്ത് വസിക്കുന്ന വർത്തമാനങ്ങളാണ് അവർ വിശദീകരിക്കാൻ തുടങ്ങിയത്. ആ വർത്തമാനം കൂടി കേട്ടപ്പോൾ രാവണന്റെ നെഞ്ചിടിപ്പ് ദ്രുതഗതിയിൽ വർദ്ധിക്കുവാൻ തുടങ്ങി. അതിനെ ഒതുക്കിക്കൊണ്ട് രാവണൻ പറഞ്ഞു, ഹേ ശാർദൂല, നീ അത്യധികം വിവർണനായിരിക്കുന്നുവല്ലോ. ഒരമ്പരപ്പും നിന്റെ മുഖത്ത് കാണുന്നു. കോപിഷ്ഠരായ അരികളുടെ അധീനത്തിൽ നീ പെട്ടോ? രാക്ഷസ വ്യാഘ്രനായ രാവണൻ ചോദിച്ച ചോദ്യങ്ങൾ ശാർദൂലനെ ഭയതരളിതനാക്കുകയാണ് പെട്ടെന്നുണ്ടായത്. തൻ്റെ അനുഭവം അനുസ്മരിച്ചുകൊണ്ട് വിഹ്വല സ്വരത്തിൽ ശാർദൂലൻ പറഞ്ഞു, മഹാരാജാവേ, തമ്പുരാനെ, ശ്രീരാമനാൽ പരിപാലിക്കപ്പെടുന്ന വിക്രാന്തന്മാരും കരുത്തന്മാരുമായ വാനര പ്രമുഖന്മാർ ഏതൊരു ചാരനും നിരൂപിച്ച് കണക്കാക്കാൻ സാധിക്കാത്ത മിടുക്കന്മാരാണ്. സ്വാമി, അവരോട് സംസാരിക്കുവാൻ എളുപ്പമല്ല. അവരിൽ ഒരു തരത്തിലുമുള്ള ചോദ്യവും ഏൽക്കുകയുമില്ല. ഗിരിതുല്യരായ വാനരന്മാർ മാർഗരക്ഷ ചെയ്തുകൊണ്ട് ചുറ്റിലുമുണ്ട്. ആ സൈന്യത്തിലേക്ക് എത്തി ഓരോന്നായി നോക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എൻ്റെ ഒന്നിച്ച് എന്നോട് കൂടിയുള്ളവരെല്ലാം അവർ ബന്ധനത്തിലാക്കി. കൈമുട്ടുകൾ, മുഷ്ടികൾ, ഉള്ളം കൈകൾ, പല്ലുകൾ എന്നിവ കൊണ്ട് എൻ്റെ ദേഹത്തവർ തുരുതുര ഇട്ടിക്കുവാൻ തുടങ്ങി. ദേഷ്യത്തോടുകൂടി അവർ ഞങ്ങളെ നാലുപാടും കൊണ്ടു നടന്നു.
മഹാശക്തന്മാരായ മർക്കടന്മാർ രാമസന്നിധിയിലാണ് പിന്നീട് എത്തിച്ചത്. രക്താഭിഷിക്തനായി വെളിവില്ലാതെ അവശനായ ഞാൻ കപികളിൽ നിന്നും രക്ഷ നൽകുവാനായി രാമനോട് തൊഴുത് ഇരുന്നു. രാമൻ പറഞ്ഞു, അരുത്, അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ചു. മലകളും പാറക്കല്ലുകളും കൊണ്ടു ചെന്നിട്ട് വൻരാശിയെ നികത്തിക്കൊണ്ട് രാമൻ സർവായുധങ്ങളുമേന്തി ലങ്കാദ്വാരത്തിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗരുഡവ്യൂഹം എല്ലായിടത്തും ചമച്ച് വാനരസംഘ സംസേവിതനായിട്ടുള്ള രാമൻ എന്നെ വിട്ടയച്ച് ലങ്കയിലേക്ക് വരുവാൻ തുടങ്ങുകയാണ് പ്രഭു. പുറം മതിലവർ കയറുന്നതിന് മുൻപ് തന്നെ രണ്ടിലൊന്ന് തിരുമേനി ഒന്ന് ചെയ്യണേ. ഒന്നുകിൽ ക്ഷണത്തിൽ സീതയെ രാമന് നൽകുക, അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക. ചാരപ്രമുഖനായ ശാർദൂല വാക്കുകൾ രാവണൻ മനസ്സുകൊണ്ട് പെട്ടെന്ന് ആലോചിച്ച് ഉഗ്രസ്വരത്തിൽ പറഞ്ഞു, ദേവാസുര ഗന്ധർവന്മാർ ഒരുമിച്ച് ചേർന്ന് എന്നോടെതിരേറ്റാലും സർവലോക ഭയം വന്ന് ഏശിയാലും ഞാൻ സീതയെ കൊടുക്കുകയില്ല. അത്യുജ്വല തേജസ്വിയായ രാവണൻ വീണ്ടും ചോദിച്ചു, ഹേ ശാർദൂല, നീ പടയെ മുഴുവൻ നല്ല പോലെ കണ്ടോ? അതിൽ ശൂരന്മാരായ വാനരന്മാർ ആരൊക്കെയുണ്ട്? അവരുടെ യോഗ്യതകൾ എന്തൊക്കെ? എപ്രകാരമുള്ളവരാണവർ? അവരുടെ സ്വഭാവം എന്ത്? ആരുടെ പുത്രന്മാരാണവർ? സൗമ്യരായ അവർ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാം സത്യമായി തുറന്ന് എന്നോട് പറയൂ. അവരുടെ ബലാബലങ്ങൾ അറിഞ്ഞ് അവരുടെ ഒട്ടാകെയുള്ള കണക്കുകൾ അറിഞ്ഞാൽ മാത്രമാണ് പോരിനൊരുങ്ങുവാൻ നിവർത്തിയുള്ളൂ എന്ന് നിനക്കറിയില്ലേ? ഇത് പറഞ്ഞപ്പോൾ രാക്ഷസ പെരുമാളുടെ ചോദ്യം കേട്ട ചാരസത്തമനായ ശാർദൂലൻ പതുക്കെ വിവരിക്കുവാൻ തുടങ്ങുകയാണ്. ഈ ഒരു ശാർദൂലൻ രാമ സൈന്യത്തിലുള്ള വീരന്മാരെ കുറിച്ച്, അവരുടെ കഴിവുകളെ കുറിച്ച് വിവരിക്കുന്ന ഈ ഒരു കഥാസന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. മഹായുദ്ധത്തിൻ്റെ ഒരു ആരംഭമാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭാഗവും. ലോകത്തിൽ ഏറ്റവും അതുല്യമായിട്ടുള്ള, താരതമ്യം ചെയ്യാൻ പറ്റാത്ത രാമരാവണ യുദ്ധത്തിനുള്ള സുരുക്കൂട്ടലാണ് ഈ നടക്കുന്ന ഓരോ സംഭവങ്ങളും. വളരെ ശ്രദ്ധയോടെ രാമായണം പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.